ഒരേ സമയം 14 കേന്ദ്രങ്ങളിലാണ് നടക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ വസതിയിലും ആ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്ലാൻ ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുള്ള നിരവധി രാഷ്ട്രീയ നാടകങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഡൽഹി മുഖ്യമന്ത്രിയെ ED അന്വേഷണത്തിന്റെ മറവിൽ ഒരു കൊല്ലക്കാലമാണ് ജയിലിൽ പാർപ്പിച്ചത്. ഒടുവിൽ കോടതി യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിട്ടയച്ചത് സമീപകാലത്തുണ്ടായ സംഭവമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണങ്ങളിലും എടുത്ത കേസുകളിലും 90% കേസുകൾ ഫേക്കാണെന്ന് ഇന്ന് ഇന്ത്യയിലൊരു തെളിഞ്ഞ വസ്തുതയാണ്. ആ സന്ദർഭത്തിലാണ് കേരളത്തിൽ നമ്മുടെ ഗവൺമെന്റിനെതിരെയും നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയും ഈ വേട്ടയാടൽ തുടങ്ങിയിരിക്കുന്നത്. കേരളത്തിലെ ഗവൺമെന്റിനെ ഒരു തിരിച്ചടിയേറ്റ് തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി എന്നാൽ ഇപ്പോൾ തന്നെ അയക്കളയാം എന്ന ഒരു നാടകമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ വരെ ഉണ്ടായിരുന്ന വാർത്ത കേരളത്തിലെ മാധ്യമങ്ങളും അതുപോലെ ഐക്യജനാധിപത്യ മുന്നണിയും പ്രചരിപ്പിച്ചിരുന്നത് ഇടതുപക്ഷവും BJPയും തമ്മിൽ ഡീൽ എന്നായിരുന്നു. എന്നാൽ ഇപ്പോ കേരളത്തിൽ പുറത്തു വന്നിരിക്കുന്നത് ആര് തമ്മിലുള്ള ഡീലാണ് എന്ന് ഭക്ഷണം കഴിക്കുന്ന, ചോറ് കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പക്ഷം. കേരളത്തിൽ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസും BJPയും ഒരു ഗൂഢാലോചനയിലൂടെ ഇടതുപക്ഷത്തെ അട്ടിമറിച്ചത് എന്ന് ആർക്കും അറിയാമായിരുന്നില്ല. എന്നാൽ കുറേശ്ശെയായി ആ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു സംഭവമായിരുന്നു രത്തൻ കേൽക്കർ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചത്. നമ്മുടെ രാജ്യത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായി ഇലക്ഷൻ കമ്മീഷനെ ഉദ്യോഗസ്ഥനായി നിയമിക്കുന്ന ബംഗാളിലെ നിലപാടിനെതിരെ അതിശക്തമായി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരുന്നു. ആ ശബ്ദം TV-യിൽ നിന്ന് മറഞ്ഞു പോകുന്നതിനിടയിലാണ് കേരളത്തിൽ VD സതീശൻ ഈ ഡീല് നടത്തിയിരിക്കുന്നത്, ഇലക്ഷൻ കമ്മീഷനെ സെക്രട്ടറിയാക്കി വെച്ചിരിക്കുന്നത്. SIR-ന്റെ മറവിലാണ് രാജ്യത്തെ 3 സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് വരുന്ന വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടി കൃത്രിമമായ ഒരു ഇലക്ഷൻ വിധി നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാം ഇനി തെളിയാൻ ഇരിക്കുന്ന കാര്യങ്ങളാണ്. ഞാനിത് ആധികാരികമായി പറയുകയല്ല, പക്ഷേ എല്ലാവർക്കും അങ്ങനെ ഒരു തോന്നൽ ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ വേട്ടയാടി ഏതെങ്കിലും ഒരു കള്ളക്കര രേഖ ഉണ്ടാക്കി അകത്തിടാനാണ് ശ്രമിക്കുന്നത്. ഇത് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാക്കണം. നമ്മുടെ പ്രകടനത്തിൽ മുദ്രാവാക്യം വിളിച്ച ജയചന്ദ്രൻ അദ്ദേഹത്തിന്റെ മുദ്രാവാക്യത്തിൽ പറഞ്ഞു, ഇപ്പോ ഞങ്ങൾക്ക് നേരെയാണ് ED വന്നിട്ടുള്ളത്. അത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ ആസ്വദിക്കുകയാണ്. എപ്പോഴാണ് ഈ അന്വേഷണം മുസ്ലിം ലീഗിലേക്കും വരിക എന്നത് കാത്തിരുന്ന് കാണാം. അപ്പോ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ ഭരണഘടനാ സ്ഥാപനങ്ങളെ വിനിയോഗിക്കുക എന്നത് BJPയുടെ നവ ഫാസിസത്തിന്റെ ഒരു രീതിയാണ്. അതിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാണ്. ഞങ്ങൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്ര പെട്ടെന്ന് നിങ്ങളുടെ സ്വേച്ഛാധിപത്യ വാഴ്ചയ്ക്ക് കീഴടങ്ങുന്നവരായിരിക്കില്ല. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.